ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ. അന്നദ സർവ പ്രാണികളുടെയും ഏറ്റവും ശ്രേഷ്ഠമായൊരു വസ്തുവാണ് അന്നം, അല്ലേ? അപ്പോൾ അന്നദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണത്തെ പ്രദാനം ചെയ്യുന്നവർ, എല്ലാവർക്കും അന്നം നൽകുന്നവർ. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ അന്നപൂർണേശ്വരി എന്ന് പറയാൻ കാരണം ദേവി സദാസമയത്തും മനുഷ്യർക്ക് മാത്രമല്ല സർവപ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ദേവി എന്ത് നൽകുന്നു? അന്നത്തെ നൽകുന്നു. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ അന്നദ എന്ന് പറയുന്നത്, അല്ലേ? ഇനി വസുധ വസുധ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. എല്ലാവർക്കും സമ്പത്തിനെ പ്രദാനം ചെയ്യുന്നവൾ ദേവി. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നു, അന്നം നൽകുന്നു, അല്ലേ? വൃദ്ധ എല്ലാവരിലും വെച്ച് പ്രായം കൂടിയവളാണ്. വൃദ്ധയാണ് എന്ന് പറയും, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ അതാ ഒരു വൃദ്ധ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്താ വൃദ്ധ എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയവൾ. ഇനി ജഗത്തിനെ വർദ്ധിപ്പിക്കുന്നവൾ എന്നും അവിടെ മന്ത്രത്തിനർത്ഥമുണ്ട്. ബ്രഹ്മാത്മൈക സ്വരൂപിണി, ബ്രഹ്മാവുമായും ആത്മാവുമായുള്ള ഐക്യത്തിൻ്റെ ചിഹ്നമായ സ്വരൂപമായവൾ. പരമാത്മാവും ജീവാത്മാവുമായി ഏകീഭാവത്തിൻ്റെ ചിഹ്നമായിരിക്കുന്നവൾ. ബൃഹതി മഹത്തിൽ നിന്ന് മഹത്തായവൾ. ഏറ്റവും ശ്രേഷ്ഠമായ ഇതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായവളാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ദേവിയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്താ ചോദിച്ചാൽ അതും ദേവി തന്നെയാണ്. ബ്രാഹ്മണി, ബ്രാഹ്മണ സ്ത്രീ ആയിരിക്കുന്നവൾ. അതായത് ശിവൻ ദേവന്മാരിൽ ബ്രാഹ്മണനാകയാൽ അദ്ദേഹത്തിൻ്റെ പത്നിയും എന്താണ്? ബ്രാഹ്മണ സ്ത്രീ എന്നാണ് ഇവിടെ പ്രതിപാദ്യം. ബ്രാഹ്മി വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയായ സരസ്വതിയുടെ രൂപത്തിൽ ഇരിക്കുന്നവൾ. അതായത് സപ്തമാതുക്കളിൽ ഒരു ദേവിയാണ് ബ്രാഹ്മി. ബ്രഹ്മാനന്ദ പരബ്രഹ്മ ധ്യാനത്താൽ ഉണ്ടാകുന്ന മഹത്തായ ആനന്ദത്തോടു കൂടിയിരിക്കുന്നവൾ. നമുക്കറിയാം, അല്ലേ? ധ്യാനത്തിൻ്റെ മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത് ആനന്ദമാണ്. ശിവഭഗവാൻ സദാസമയം എന്താണ്? ശിവൻ ധ്യാനത്തിലിരിക്കുക. കാരണം എന്താ? ധ്യാനം പരമമായ അവസ്ഥ, ബ്രഹ്മത്തിൻ്റെ പരമമായ അവസ്ഥ, അതായത് ആനന്ദത്തിൻ്റെ പരമമായ അവസ്ഥ. ആ ആനന്ദത്തിൻ്റെ പരമമായ അവസ്ഥയിൽ ഇരിക്കുന്നവൾ ബ്രഹ്മാനന്ദ, ബ്രഹ്മമായ ആനന്ദത്തിലിരിക്കുന്നവൾ. ബലിപ്രിയ, ബലിദാനം സ്വീകരിക്കുന്നവളിൽ പ്രിയമായിരിക്കുന്നവൾ. ഭാഷാരൂപ ബൃഹത്സേന ഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭരാ സുലഭാഗതിഹേ. ഭാഷാരൂപ, സംസ്കൃത പ്രാകൃതാദി ഭാഷകളുടെ രൂപത്തിലുള്ളവൾ. ബൃഹത്സേന, ബൃഹത്തായ സേനയോടുകൂടിയവൾ. ദേവിയുടെ സൈന്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സൈന്യം. ആ സൈന്യത്തോടു കൂടിയവൾ. ഭാവ വിവർജിത, ഉണ്ടെന്നും, ഭാവം എന്ന് പറഞ്ഞാൽ കാണുന്നത്, അല്ലേ? ഭാവവിവർജിത, കാണാത്തത്. ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള സ്ഥിതികളിൽ അപ്പുറത്തുള്ളവൾ. ഉൽപ്പത്തിയോ നാശമോ ഇല്ലാത്തവൾ. സുഖാരാധ്യ, സുഖമായിട്ട് അല്ലെങ്കിൽ ക്ലേശമില്ലാതെ ആരാധിക്കപ്പെടുവാൻ കഴിയുന്നവൾ. ദേവിയെ ആർക്ക് വേണമെങ്കിലും ആരാധിക്കാം, യാതൊരുവിധ ബുദ്ധിമുട്ടും അതിനില്ല. ശുഭകരി, ശുഭത്തെ പ്രദാനം ചെയ്യുന്നവൾ, ശുഭത്തെ നൽകുന്നവൾ. ശോഭന സുലഭഗതിഹി, പ്രകാശപൂരിതവും എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ ഗതിയോട് കൂടിയുള്ളവൾ. ഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാപിക്കപ്പെടുവാൻ യോഗ്യമായ സ്ഥാനം. രാജരാജേശ്വരി, രാജ്യദായിനി, രാജ്യവല്ലഭ, രാജൽകൃപ, രാജപീഠ നിവേശിജ വിജാശ്രിത. രാജരാജേശ്വരി, ഭരണകർത്താക്കന്മാരെയും ഭരിക്കുന്ന ചക്രവർത്തിയുടെ പദത്തിലിരിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന രൂപത്തിൽ സർവ സൈന്യത്തിൻ്റെയും അധിപതിയായിട്ട്
ചക്രവർത്തിനിയായിട്ട് ഇരിക്കുന്നത്. അത് നമ്മൾ ആദ്യത്തെ ബന്ധത്തിൽ പറഞ്ഞു മഹാരാജ്ഞിയായിരിക്കുന്നവൾ എന്ന്. ഇവിടെ രാജരാജേശ്വരിയായിരിക്കുന്നവൾ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിനിയായി മഹാരാജ്ഞിയായിട്ട് നിലകൊള്ളുന്നവൾ, കുബേരൻ്റെ ഈശ്വരിയായിട്ട് ഇരിക്കുന്നവൾ. രാജ്യദായിനി, വൈകുണ്ഠ കൈലാസാദി രാജ്യ അധികാരത്തെ നൽകുന്നവൾ. രാജ്യവല്ലഭ, വൈകുണ്ഠ കൈലാസാദി രാജ്യങ്ങള് പ്രിയമായവൾ. ദേവിക്ക് എല്ലാം പ്രിയമാണ് അല്ലേ, എല്ലാത്തിനും അതീതയാണ് ദേവി. രാജൽ കൃപ, അതിയായി ശോഭിക്കുന്ന കരുണയുടെ ഉടമയായവൾ. ദേവിയിൽ വളരെയധികം കാരുണ്യമുണ്ട്. ആ കാരുണ്യമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. രാജപീഠ നിവേശിത നിജാശ്രിത, സ്വന്തം ആശ്രിതരെ രാജപീഠത്തിലെത്തിക്കുന്നവൾ. മഹാസിംഹാസനത്തിലിരിക്കുന്ന ദേവി തന്നെ ആരാണോ ആശ്രയിക്കുന്നവര്, തന്നെ ആരാണോ ആരാധിക്കുന്നവരെ, അവരെ ദേവി എന്ത് ചെയ്യുന്നു? രാജപീഠത്തിൽ ദേവി എത്തിക്കും. ഭണ്ഡാസുര വധാനന്തരം ഇന്ദ്രാദി ദേവന്മാരെ അതത് സ്ഥാനങ്ങളിൽ ദേവി എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു. രാജലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല. രാജ്യലക്ഷ്മി, രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദേവതയായവൾ, രാജ്യത്തിൻ്റെ മഹാലക്ഷ്മിയായിരിക്കുന്നവൾ. കോശനാഥ, നിധികളുടെ ഉടമയായിരിക്കുന്നത്, അന്നമയാദി കോശങ്ങൾക്ക് നാഥയായിരിക്കുന്നവൾ. ചതുരംഗബലേശ്വരി, ചതുരംഗസേനയുടെ ഈശ്വരിയായവൾ. സാമ്രാജ്യദായിനി, സാമ്രാജ്യത്തിൻ്റെ അധീശസ്ഥാനം, ചക്രവർത്തി പദവി നൽകുന്നവൾ. സത്യസന്ധ, സത്യത്തിലെന്നും അടിയുറച്ച വ്രതത്തോടുകൂടിയിരിക്കുന്നവൾ. സാഗരമേഖല, എന്താണ്? സമുദ്രമാകുന്ന അരഞ്ഞാണോടുകൂടിയവൾ, ഭൂമിദേവിയുടെ രൂപത്തിൽ വർത്തിക്കുന്നവൾ. അപ്പോൾ ദേവി സത്യസന്ധയാണ്. പ്രപഞ്ചത്തിൽ സാഗരം പോലെ, സമുദ്രം പോലെ വിശാലമാണ്. ഇതൊക്കെ ദേവിയുടെ സവിശേഷതകളാണ്. ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാത്രദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി. ദീക്ഷിത, ശിഷ്യന്മാർക്ക് മന്ത്രോപദേശം ചെയ്ത് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നവൾ. അതായത് തൻ്റെ ശിഷ്യന്മാർക്ക് ദേവി എന്ത് ചെയ്യുന്നു? മന്ത്രോപദേശം നൽകുന്നു. എന്തിനാണ് മന്ത്രോപദേശം നൽകുന്നത്? അവരെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ, മോക്ഷത്തിൻ്റെ കവാടത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ദൈത്യശമനി, അസുരന്മാരുടെ ശക്തിയെ ശമിപ്പിക്കുന്നവൾ. ആരുടെയൊക്കെ മനസ്സിലാണോ ആസുര ശക്തിയുള്ളത്, ഇവിടെ നമ്മൾ അസുരന്മാരെ ദേവന്മാരെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ അല്ല പ്രതിദാനം ചെയ്യുന്നത്, എല്ലാവരിലും ആസുര ശക്തിയും ദൈവികമായ ശക്തിയും ഉണ്ട്. അപ്പോൾ ആ ആസുര ശക്തിയെ ദേവി എന്ത് ചെയ്യുന്നു? ശമിപ്പിക്കുന്നു, ഇല്ലാതെയാക്കുന്നു. നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ആസുര ശക്തിയെ ദേവി ഇല്ലാതെയാക്കുന്നു. ദൈത്യശമനി, അസുരന്മാരുടെ ശക്തിയെ ശമിപ്പിക്കുന്നവൾ. സർവലോകവശങ്കരി, സർവലോകങ്ങളെയും വശങ്കരി, സ്വന്തം വശത്ത് ആക്കി ഇരിക്കുന്നവൾ. ദേവിയുടെ അധീനതയിലാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ. സർവാർത്ഥദാത്രീ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യുന്നവൾ. സാവിത്രി, സാവിത്രി മന്ത്രസ്വരൂപിണിയായവൾ. സാവിത്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഗായത്രി എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. അതായത് ഗായത്രി മന്ത്ര ഉപാസനയിലിരിക്കുന്നവൾ, അല്ലെങ്കിൽ ഗായത്രി തന്നെ സ്വയമായവൾ. ജഗത്തിനെ പ്രസവിച്ചവൾ എന്നും ഇവിടെ ഒരു അർത്ഥമുണ്ട്. സച്ചിദാനന്ദ രൂപിണി, സത്തായും ചിത്തായും ആനന്ദമായിട്ടും ഇരിക്കുന്നവൾ. അതായത് പരമമായ ആനന്ദത്തിൽ, അതാണ് സച്ചിദാനന്ദം അല്ലേ. സച്ചിദാനന്ദ സ്വരൂപിണിയായവൾ പരമമായ ആനന്ദത്തിന് മൂർത്തിമത് ഭാവത്തിൽ, ബ്രഹ്മ ആനന്ദത്തിൽ ബ്രഹ്മാനുഭൂതി അനുഭവിച്ച് ഇരിക്കുന്നവൾ സച്ചിദാനന്ദ രൂപിണി. ദേശകാല പരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി. ദേശകാല പരിച്ഛിന്ന, ദേശകാലങ്ങൾക്ക് അതീതയായവൾ ദേവി. എല്ലാ ദേശങ്ങളും ദേവിയുടേതാണ്. അപ്പോൾ ദേശകാലങ്ങൾക്കെല്ലാം ദേവി അതീതയാണ്.
സർവക ചൈതന്യരൂപേണ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നവൾ, എല്ലാ ദിക്കിലും ഗമിക്കുന്നവൾ, സർവമോഹിനി എല്ലാവരെയും മായയാൽ മോഹിപ്പിക്കുന്നവൾ. അപ്പം നമ്മൾ ദേവി മായ കൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മായയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്തുകൊണ്ടേ സാധിക്കൂ? ദേവി ഉപാസന കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ. സരസ്വതി വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതി ദേവിയായിട്ടുള്ളവൾ, ശാസ്ത്രമയി സർവശാസ്ത്രങ്ങളുടെയും രൂപത്തിലുള്ളവൾ, ഗുഹാംബ സുബ്രഹ്മണ്യൻ്റെ മാതാവായവൾ, ഗുഹ്യരൂപിണി മറഞ്ഞിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ.